ജോളി അഗസ്റ്റിൻ മാധ്യമപ്രവർത്തക വത്തിക്കാനിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീമതി ജോളി അഗസ്റ്റിൻ, മാർപ്പാപ്പ എല്ലാ തരത്തിലും നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ, ആ ജീവിതം കൊണ്ട് തന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു പുരോഹിതനായിരുന്നു. ഇപ്പോൾ മാർപ്പാപ്പയ്ക്ക് വിട നൽകാനൊരുങ്ങുകയാണ് ലോകം. വത്തിക്കാനിലേക്ക് വൻ ജനപ്രവാഹമായിരിക്കും. ഇപ്പോഴത്തെ 1:30-ക്കാണ് സംസ്കാര ചടങ്ങുകൾ. ശവമഞ്ചം അടയ്ക്കുന്ന കർമ്മം പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇനി അവിടെ നടക്കുക? എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം? ഗുഡ് മോർണിംഗ്. നമ്മളെ അറിയാവുന്നത് പോലെ തന്നെ കൃത്യം 10 മണിക്ക് തന്നെ ചടങ്ങുകൾ തുടങ്ങും. കർദിനാൾമാരുടെ ഡീനായ ജോവാനി ബത്തിസ്തറെ മുഖ്യ കാർമ്മികനായിരിക്കും. ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. 80,000 ആളുകൾക്കാണ് ചതുരത്തിന് ഉൾക്കൊള്ളാനുള്ള സ്ഥലമുള്ളൂ. എങ്കിൽ അതുകൊണ്ട് തന്നെ റോമാ നഗരം ജനങ്ങളാൽ നിറഞ്ഞ് ജനസാഗരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 130ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ജനപ്രതിനിധികൾ പോപ്പിന് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയതായിട്ട് വത്തിക്കാൻ മീഡിയയുടെ ഡയറക്ടർ മത്തേ ബ്രൂണി അറിയിച്ചിട്ടുണ്ട്. കൂടാതെ പോപ്പിന്റെ ശവസംസ്കാര കർമ്മങ്ങൾ നടന്നതിന് ശേഷം വിശുദ്ധ കുർബാനയോടുകൂടിയാണ് തുടങ്ങുക. അതിനുശേഷം ചടങ്ങുകൾക്ക് ശേഷം പെറൂജിയൻ എൻട്രൻസിലൂടെ പോപ്പിന്റെ വസതിയായിരുന്ന സാന്ത മാർത്തയുടെ മുന്നിലൂടെ ചരിത്ര പ്രസിദ്ധമായ രാജവീതിയിലൂടെ ആയിരിക്കും പോപ്പിനെ ഹോളി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോവുക. അതായത് മാതാവിന്റെ നാമത്തിലുള്ള മേരി മേജർ ബസിലിക്കയിലേക്ക് കൊണ്ടുപോവുക. അവിടെ 40ഓളം പാവങ്ങൾ, പാപ്പായുടെ ജനം എന്ന് വിളിക്കപ്പെടുന്ന 40ഓളം ആളുകൾ അവിടെ പോപ്പിനെ ദരിദ്രരായ ആളുകൾ പോപ്പിന് ആദരാഞ്ജലി അർപ്പിക്കാൻ വെളുത്ത റോസാപ്പൂക്കളുമായി കാത്തു നിൽക്കും. അവര് പോപ്പിന് ആദരാഞ്ജലി അർപ്പിക്കും. അതിനുശേഷം പോപ്പ് ആഗ്രഹിച്ചതുപോലെ പൗളീന ചാപ്പലിനും സ്ഫോർസസ് ചാപ്പലിനും ഇടയിൽ, അതായത് സാലുസ് പോപ്ലി റൊമാനി എന്ന മാതാവിൻ്റെ ചിത്രത്തിനരികിൽ പോപ്പിനെ കല്ലറ ഒരുങ്ങുന്നത്. അവിടെയായിരിക്കും പോപ്പിന്റെ ശവമഞ്ചം അടക്കുന്നത്. പിന്നീട് ജോളി അഗസ്റ്റിൻ, ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ഏറെ പ്രത്യേകതയുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി 3 പേടകങ്ങളിലല്ല, നിലവിൽ ഒരു പേടകത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ അടക്കുന്നതും. വളരെ ലാളിത്യം കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ വിൽപത്രത്തിൽ അടക്കം ലളിതമായിരിക്കണം ചടങ്ങുകളെന്ന് എഴുതി വെച്ചിട്ടുമുണ്ടായിരുന്നു. ആ ആഗ്രഹപ്രകാരം കൂടിയാണ് ഇന്ന് ചടങ്ങുകൾ നടക്കുന്നത്. ഒരുപക്ഷെ അതിൻ്റെ പ്രത്യേകതകളിലേക്ക് പോയാൽ എന്തൊക്കെയായിരിക്കും? അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലറയുടെ മുകളിൽ ഫ്രാൻസിസ്കോസ് എന്നുള്ള ഒരു പേര് മാത്രമേ എഴുതി വെക്കുകയുള്ളൂ. കൂടാതെ 12 വർഷമായി പാപ്പ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് കൊണ്ടുപോയിരുന്ന ആ കുരിശ് രൂപം മാത്രമേ അവിടെ സ്ഥാപിക്കുകയുള്ളൂ. പിന്നീട് തൻ്റെ മുത്തച്ഛൻ്റെ നാടായ, അതായത് വടക്കേ ഇറ്റലിയുടെ ഭാഗത്തുള്ള ലിഗൂറിയയിൽ നിന്നും കൊണ്ടുവരുന്ന മാർബിൾ സിമ്പിളായിട്ട് ആയിരിക്കും കല്ലറ ഇപ്രകാരം നിർമ്മിക്കുന്നത് അവിടെ. പിന്നെ അതുപോലെ തന്നെ പാപ്പ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് എപ്പോഴും ഹോളി മേരി മേജർ ബസിലിക്കയിൽ പോയി ഈ മാതാവിന്റെ ചിത്രത്തിന് മുൻപ് പ്രാർത്ഥിക്കുമായിരുന്നു. തന്നെയുമല്ല, പാവപ്പെട്ടവരെ, അതായത് അഭയാർത്ഥികളെയും ദരിദ്രരെയും ഭവനരഹിതരെയുമായ ആളുകളെ ആശീർവദിച്ച ശേഷമായിരുന്നു പോപ്പ് യാത്ര പുറപ്പെടുക. അതുകൊണ്ടുകൂടിയാണ് അവർ പോപ്പിനെ ഇന്ന് അവിടെ കാത്തുനിന്ന് ആദരാഞ്ജലി അർപ്പിക്കുന്നത്. അതുപോലെ തന്നെ വളരെ ലളിതമായി ആളുകൾക്ക് ശവമഞ്ചം വണ്ടിയിൽ കൊണ്ടുപോകുമ്പോഴും 10 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോകുക. അതായത് വളരെ സ്ലോ ആയ ആളുകൾക്ക് അനുഗമിക്കാൻ കഴിയുന്ന രീതിയിലായിരിക്കും റോഡിലൂടെ പോകുക. ഏകദേശം 6 കിലോമീറ്റർ ദൂരമുണ്ട് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നിന്നും ഹോളി മേരി മേജർ ബസിലിക്കയിലേക്ക്. അപ്പോൾ ഇന്ന് ജനസാഗരങ്ങൾ റോമാ നഗരം തിങ്ങി നിറയുന്ന കാഴ്ചയായിരിക്കും തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുവാൻ നമ്മൾ കാണാൻ പോകുന്നത്. നന്ദി ശ്രീമതി ജോളി അഗസ്റ്റിൻ പ്രതികരിച്ചതിന്.